എക്സ്പ്രഷൻ ക്യൂനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കുറച്ച് അയ്യപ്പ ക്ഷേത്രങ്ങളിലോട്ട് പോവുകയാണേ. കാറിലോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടി അങ്ങ് തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അതിനുശേഷം നമ്മൾ അമ്മയമ്പലത്തിലോട്ടാണ് വന്നത്, ചോഴിക്കോട്. അവിടെ ഞാൻ കുറച്ച് തവണ വന്നിട്ടുള്ളതാണ്. ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഈ അമ്പലത്തിലാണ് ചെയ്തത്. ഇവിടെ 2 ഊഞ്ഞാലുണ്ട്. എനിക്കതിന് താടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഞാൻ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടി. അതിനകത്ത് ഇരിക്കുമ്പോൾ അത് കിടന്ന് കുതിക്കും കേട്ടോ, നല്ല രസമാണ്. അതിനുശേഷം കുളത്തൂപ്പുഴത്തെ വേറൊരു അമ്പലത്തിൽ പോയി. അതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. അവിടെയും ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. അവിടുത്തെ ആ പാതയിലൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. എനിക്കതിനകത്തൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ സൂര്യകാന്തി പടത്തൊക്കെ പോയപ്പം കണ്ണറ പാലത്തിൻ്റെ അതുവഴിയാണ് പോയത്. അതുപോലെ ഇപ്പോഴും കണ്ണറ പാലത്തിൻ്റെ അതുവഴിയാണ് കേട്ടോ പോണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം ഇങ്ങനെ കാണാനായിട്ട്. അതിനുശേഷം ആര്യങ്കാവിലോട്ടാണ് വന്നത്. അമ്മയൊക്കെ ആര്യങ്കാവിൽ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ മനുഷ്യനെ കൺട്രോൾ കളയുന്ന അപ്പുറം ഇപ്പുറം കുറേ കളിപ്പാട്ട കച്ചവടക്കാർ. എൻ്റെ പൊന്നോ, ഇതാണ് അമ്പലത്തിൻ്റെ അകം. ഇവിടെ കുറേ നേരമൊന്നും നിന്നില്ല, വേറെ അമ്പലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട്. പിന്നെ അരവണയും ഉണ്ണിയപ്പവും മേടിച്ചു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒരു അമ്പലത്തിൽ കയറി തൊഴുവാൻ മറന്നുപോയി. അതുപോലെ തിരിച്ചു വന്നപ്പം അവിടെ കയറി അങ്ങ് തൊഴുതു. പിന്നെ കുളത്തൂപ്പുഴത്ത് നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നു. പൊറോട്ടയും വെജിറ്റബിൾ കറിയും കൂടെ കഴിച്ചു. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടു. നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല കേട്ടോ, ആടുകളെയൊക്കെ അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണ്. പിന്നെ ഒരു മയിലിനെ കണ്ടു. പിന്നെ അങ്ങോട്ട് പോകുന്ന വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം മറ്റേ കോലം വരച്ചിട്ടേക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളി വ്യൂസാണ്. ഇനി പറയാനുള്ള സ്ഥലം എത്തിയല്ലോ. അച്ചൻകോവിലോട്ട് പോണ റോഡാണേ. ഭയങ്കര ഡേഞ്ചറസാണ്. അതിൻ്റെ താഴെ ഒരു അമ്പലം കണ്ടോ. അതിനുശേഷം ഇവിടെ മൊത്തം എല്ലാ വളവുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ആറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് നോട്ടം ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അതൊക്കെ തിരിച്ച് വരുമ്പോൾ കയറാനായിട്ട് വെച്ചേക്കുവാണ്. അങ്ങനെ വളഞ്ഞു ചുറ്റി തിരിഞ്ഞും മറിഞ്ഞു എല്ലാം കൂടെ തിരിഞ്ഞു പോകും അവസാനം. പിന്നെ കുറേ അയ്യപ്പന്മാർ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി, അതില്ല റോഡിൻ്റെ നടുക്കൂടെ പോകുന്നതാണ്. ഇത് അമ്മ എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുത്ത് കാണിച്ചു തന്നായിരുന്നു, ഇതുവഴിയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. പക്ഷേ ആ നേരത്ത് ഞാൻ കിടന്ന് തുള്ളി ചാടി. എനിക്ക് ഭയങ്കര വിരുവിരുപ്പാണ് ഈ വെള്ളം കാണുമ്പം. കിട്ടിയ സമയം ഞാൻ എന്തായാലും മുതലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ അയ്യപ്പന്മാർ തിരിച്ചു പോകുന്ന വണ്ടിയൊക്കെ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മേരെയൊക്കെ കൊച്ചിയിലെ ഇതുപോലെയൊക്കെ ആയിരുന്നു വണ്ടികളൊക്കെ പോകുന്നതെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പടികൾ കയറി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 10 പടി ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ കയറി നോക്കാമെന്നും പറഞ്ഞ് അമ്മ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ എന്നെ കൊണ്ട് അവിടെ നിന്ന് ഓട്ടിപ്പിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറി. അതിനുശേഷം അതിൻ്റെ അകത്ത് തന്നെ ഒരു കാവുണ്ട്, അവിടെ കയറി തൊഴുതു. എന്നിട്ട് ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ പൈനാപ്പിളിൽ ഉപ്പും മുളക് പൊടിയൊക്കെ കുടഞ്ഞ് കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ ഇച്ചിരി ചപ്പും ചവറും സാധനങ്ങളൊക്കെ നോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. ഇത് മൊത്തവും കുപ്പിവെള്ളങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് കുറേയൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. കുറച്ച് കറുത്ത കുപ്പിവെള്ളം കൂടെ മേടിച്ചു. ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്നതിൻ്റെ കൂടെ അതും കൂടെ ഇട്ടു. അടിപൊളിയല്ലേ, എങ്ങനെയുണ്ട്? അതിനുശേഷം നമ്മൾ നോട്ടം ഇട്ട് വെച്ചിരുന്ന ഒരിടത്ത് കയറിയേ. ഇതാണ് ഒരെണ്ണം നല്ല വഴുക്കലുള്ളതാണ്. അങ്ങനെ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങിയപ്പോൾ അമ്മേരെ കൈയും കൂടെ ചോദിച്ചു, ഇല്ലേ ഞാൻ മറിഞ്ഞടിച്ച് വീഴും. അങ്ങനെ ഞാൻ അതിനകത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങി. എന്നെ ഫോളോ ചെയ്യുന്നൊരു അങ്കിള് പറഞ്ഞു ഇതിനകത്ത് രാജവെമ്പാല ഉള്ളതാണെന്ന്. അങ്ങോട്ട് പോയപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഇറങ്ങൂലായിരുന്നു. പക്ഷെ അറിഞ്ഞില്ലല്ലോ, ഇറങ്ങിയല്ലോ അത്രയും നേരം. പക്ഷെ മുതലാക്കി. അതുകൊണ്ട് ഞാൻ അമ്മേരെ കൈ ചോദിച്ചു. അമ്മ കൈ തന്നില്ല. അമ്മ പറഞ്ഞു ഇപ്പം നീ വീണാലും നീയല്ലേ വീഴുള്ളൂ, എന്നെ കൂടെ മറിച്ചിടണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ അവസാനം അമ്മ എനിക്ക് കൈ തന്നു. അതിനകത്ത് നമ്മൾ രണ്ടും കൂടെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അതിനുശേഷം നടുക്കൊരു റോഡാണ്, അപ്പുറവും ഇപ്പുറവും ആറാണ് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് ആറ്റിൽ ഞാൻ ഇറങ്ങി. എന്നിട്ട് കാലൊക്കെ കഴുകി തിരിച്ച് കയറി. നിങ്ങൾക്ക് ഇതിനകത്ത് ചിത്രശലഭത്തിനെ കാണാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ റോഡിൻ്റെ സൈഡ് ഫുള്ള് ക്ലേ പോട്ട്സാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നപ്പം സൂര്യകാന്തി പാടത്ത് പോകുമ്പോഴൊക്കെ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിൽ കയറും. അവിടെ കയറി.
പിന്നെ ദേ ഈ ഒരു ജാമ്പയ്ക്ക് മേടിച്ചു. പിന്നെ ഈ കുരങ്ങ് നേരത്തെ പോയ സ്ഥലത്തുള്ള അതെ ആ ഇരിപ്പ് തന്നെ എൻ്റെ കൂട്ടുകാരവിടെ ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ ഫുഡ് കഴിക്കാൻ കയറിയില്ലേ, അതുപോലെ ഇപ്പോഴും ആ കടയിൽ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. നല്ല ചിക്കൻ ബിരിയാണി മുണുങ്ങി. അതിന് ശേഷം എല്ലാം കഴിഞ്ഞു, കാറിൽ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.